അസ്സലാമു അലൈക്കും. ഇതാണ് പറയേണ്ടത്. പഴയ ഓർമ്മകളെല്ലാം മറന്നിരിക്കുകയാണ്. ഇനി റിവൈൻഡ് ചെയ്തെടുത്തിട്ടൊക്കെ വേണം. എന്തായാലും വീണ ടീച്ചറിന് പകരക്കാരിയായിട്ടാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അവർക്കൊരു ലീഡറില്ല എന്നതിന് പകരം ഞാനിങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നെ പറയാനുള്ളത്, ഈ കുട്ടികളെ ആരെയും തന്നെ ഞാൻ ഹൈസ്കൂളിൽ പഠിപ്പിച്ചിട്ടില്ല. ഈ ബാച്ച് പിള്ളേരാണ്. ഞാൻ UP-യിലാണ് ഇവരെയൊക്കെ പഠിപ്പിച്ചിരിക്കുന്നത്. ഇല്ല, ഹൈസ്കൂളിൽ പഠിപ്പിച്ചിട്ടില്ല. 7 വരെയാണ് ഞാൻ പക്ഷെ B ഡിവിഷനല്ല, 5B, 6B, 7B. ടീച്ചർക്ക് ഓർമ്മയില്ലെങ്കിലും പിള്ളേർക്ക് പഠിച്ചത് നല്ല ഓർമ്മയുണ്ടായിരുന്നു. ഈ 3 ഡിവിഷനിലും തുടർച്ചയായിട്ട് വന്നതിന്റെ കുട്ടികളാണ്. ഇപ്പൊ 10B-യിലിരിക്കണം. അപ്പൊ 10B-യിലെ കുട്ടികളിലെ ഒരു ഭൂരിഭാഗം കുട്ടികളും എന്റെ കയ്യിലൂടെ കടന്നു പോകുന്ന കുട്ടികളാണ്. 5B-യിലെ നമുക്ക് മറക്കാൻ പറ്റാത്തൊരു സംഭവമാണ് നമ്മുടെ ക്ലാസ് റൂം തന്നെ. ആ ത്രികോണത്തിന്റെ മധ്യത്തിലിരിക്കുന്ന നടുക്കിരിക്കുന്ന ക്ലാസ്, നല്ല ക്ലാസ്. നമ്മള് ഒറ്റപ്പെട്ട് ഒരു അടഞ്ഞിരിക്കണം. നമ്മൾ അടങ്ങി ഒതുങ്ങിയിരുന്ന് പഠിക്കുന്ന ഒരു പക്ഷേ 6B-യിലേക്ക് വന്നപ്പോഴേക്കും വകുപ്പൊക്കെ മാറി, ജയിലിൽ നിന്ന് വിട്ട പോലെയായി. പിന്നെ അവരൊക്കെ അടിച്ചമർത്തിയൊക്കെ ഇരുത്തേണ്ട അവസ്ഥ. അതില് നമ്മുടെ റിയാസിനൊക്കെ ഏത് നിമിഷവും ഞാൻ അമർത്തി അവസാനം എന്നോട് ദേഷ്യം ഓർമ്മ അടിച്ചമർത്തി. പിന്നെ ഈ കുട്ടികള് ഹൈസ്കൂളിലേക്ക് പോയി കഴിയുമ്പോൾ നമ്മൾ ഈ കോമ്പൗണ്ടിൽ തന്നെ ആയതുകൊണ്ട് ആ ബന്ധം ഇങ്ങനെ തുടർന്നു കൊണ്ടേ ഇരിക്കുന്നുണ്ട്. പിന്നെ 10B-യെ കുറിച്ച് ഓർക്കാനായിട്ട് ഒരു നാടകമുണ്ട് ഓർക്കാനായിട്ട്. നല്ലൊരു നാടകം. അതിൽ നിന്ന് ഡിസ്ട്രിക്റ്റിലോട്ട് പോയതും അതിനകത്ത് ബെസ്റ്റ് ആക്ടർ, അതൊക്കെ ഓർമ്മിക്കാൻ ഞാൻ പഠിപ്പിക്കാത്ത ബാച്ച് ആണെങ്കിലും അതെല്ലാം ഓർമ്മിക്കാനുള്ളതാണ്. 10B അല്ലേ? പിന്നെ വരുന്നത് നിയാസ് ബാബു ആണ്. നിയാസ് ബാബുവിന്റെ ഉമ്മ എന്റെ ക്ലാസ്മേറ്റ് ആണ്. അതുകൊണ്ട് അവനായിട്ട് കുറച്ചുകൂടി ക്ലാസ്മേറ്റ് ആണ്. അപ്പൊ ഹൈസ്കൂളിലേക്ക് വന്ന് ഇപ്പോഴാണ് അധ്യാപകരൊക്കെ ഫയാസ് ബാബുവിന്റെ അനിയനെ നോക്കുമ്പോ പോരാ, എല്ലാവരും പാരന്റ്സിന് കംപ്ലൈന്റ് പറയലാണ്. അവസാനം ഞാൻ ഉമ്മാനെ ആശ്വസിപ്പിച്ച് തിരിച്ചുവിടുന്നു. പിന്നെ നിയാസ് ബാബുവിന്റെ വേറെ രസമുള്ളത്, 10ാം ക്ലാസ് SSLC പരീക്ഷ എഴുതിയിട്ട് ഒരു ദിവസം പരീക്ഷ കഴിഞ്ഞ് പോയി കിടന്ന് ഉറങ്ങിയ ആള് നേരം വെളുത്ത് ഫയസ് ബാബു കുത്തിപ്പൊക്കി പരീക്ഷക്ക് വിട്ടു. എന്നാലും കുഴപ്പമില്ലാത്ത മാർക്കൊക്കെ മേടിച്ച്. അത് കഴിഞ്ഞപ്പോ അവൻ ഓർത്ത് കാണും, ഒന്നുകൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഫയസ് ബാബുവിനെ വെട്ടിക്കാമായിരുന്നെന്ന്. ഇതൊക്കെയാണ് ഓർമ്മയിലുള്ളത്. പിന്നെ 10B-യെ കുറിച്ച് വേറെ കുട്ടികളെ കുറിച്ചൊന്നും വലിയ ഓർമ്മയൊന്നുമില്ല. ഇത്രയൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾ കഴിഞ്ഞ റീയൂണിയൻ വന്നപ്പോൾ കുറെ കുട്ടികളെ പരിചയപ്പെട്ടു. ഇപ്പൊ കുറെ കൂടി കുട്ടികളെ കാണാനുള്ള അവസരം ഉണ്ടായി, ഓർമ്മ വെക്കാനുള്ള അവസരമൊക്കെ ഉണ്ടായി. ഇനിയും ഇതിനുള്ള അവസരങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്